നമസ്കാരം. സ്ട്രെസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 70 GKയുടെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലുമിനിയം സിലിക്ക. അപ്പോൾ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? അലുമിനിയവും സിലിക്കയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബസാൾട്ട്. അപ്പോൾ ബസാൾട്ട് ശില ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ തന്നിട്ടുള്ളത് ഡിസംബർ 15, ഓപ്ഷൻ ബി ഡിസംബർ 14, ഓപ്ഷൻ സി ഡിസംബർ 10, ഓപ്ഷൻ ഡി ഡിസംബർ 13. ഇതില് ആൻസർ ഇല്ല. ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. അപ്പോൾ ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബി ആൻഡ് സി. അപ്പോൾ ബിയും സി ഏതൊക്കെയാണ്? അറ്റ്ലസും ആൽപ്സും. അറ്റ്ലസും ആൽപ്സും എന്തിന് ഉദാഹരണമാണ്? മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ് അറ്റ്ലസും ആൽപ്സും. അപ്പോൾ ബിയും സിയും എന്താണ്? ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്? ഏത് പ്രതിഭാസമാണ് കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണിത്, മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, യു പി. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് യു പി. അടുത്ത ക്വസ്റ്റ്യൻ, 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യ ഉള്ളത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ജനസംഖ്യ ഉള്ളിടം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, നഗരമാണ്. അപ്പോൾ നഗരം എന്നാൽ 1,00,000-ലധികം 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നഗരം എന്ന് പറയുന്നത്. 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. അപ്പോൾ ഇന്ത്യയിലെ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാട്. താഴെ തന്നിരിക്കുന്നവരിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലഡാക്ക്, സസ്കർ. അപ്പോൾ ലഡാക്കും സസ്കറും ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഈ താഴെ തന്നിരിക്കുന്നതിൽ? ലഡാക്കും സസ്കറും. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വില്യം 3. അപ്പോൾ ഇതിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? വില്യം 3 ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? കേരളത്തിലെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? ഇപ്പോഴത്തത് വി ഹരി നായർ ആണ്. അപ്പോൾ 2025-ലെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ് കേരളത്തിലെ? വി ഹരി നായർ. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 450 × 300 mm, 450 × 300 mm ആണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 28(1). അപ്പോൾ 28(1) പ്രകാരമാണ് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 293. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 293. നമ്മൾ ഈ പഠിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? അലുമിനിയവും സിലിക്കയും. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ബസാൾട്ട് ആണ്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും എന്തിനു ഉദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 5. താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബിയും സിയുമാണ്. അറ്റ്ലസും ആൽപ്സും എന്തിനു ഉദാഹരണമാണ്? മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? UP. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം എന്നു മുതൽ എന്ന് വരെയാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട്. താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ലഡാക്കും സസ്കറും ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ്. അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? വില്യംസ് 3 ആണ്. വില്യംസ് 3 ആണ് അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? വി ഹരി നായർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 400 × 300 mm ആണ്. അടുത്തത്, പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം എത്രയാണ്? 28(1) ആണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450 × 300 mm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായക്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇദ്ദേഹമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി താഴെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 8.
അപ്പോൾ വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? 8-ാം വകുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമേരിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം എന്നാണ്? 1989 നവംബർ 20. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. അപ്പോൾ ലാഹോർ സെക്ഷൻ എന്നാണ് നടന്നത്? 1929 അപ്പോൾ 1929 INC സെക്ഷൻ എവിടെയായിരുന്നു? ലാഹോറിലാണ് നടന്നത്. ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫസൽ അലിയാണ്. അപ്പോൾ ഫസൽ അലിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കഴ്സൺ പ്രഭു. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയത് എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൺപൂർ. അപ്പോൾ 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, റാണി ഝാൻസി റെജിമെന്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജ്മഹൽ കുന്നുകൾ. സന്താൾ കലാപം നടന്ന പ്രദേശം എവിടെയാണ്? രാജ്മഹൽ കുന്നുകളിലാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മറാത്ത. അപ്പോൾ മറാത്ത എന്ന പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലകന്റേതാണ് മറാത്ത എന്ന പത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതാണ്? സോവിയറ്റ് യൂണിയൻ.
സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനിയാണ്. അപ്പോൾ കേരളത്തിന്റെ കിഴക്കോട്ട് എത്ര നദികളാണ് ഒഴുകുന്നത്? 3 നദികളാണ് കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്നത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കബനി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചിങ്ങം 1. കേരളത്തിലെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1-നാണ്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലം. അപ്പോൾ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ഇതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, KM ബീനാമോൾ. അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരമാണ് KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൃശൂർ. അപ്പോൾ ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, പള്ളിവാസൽ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4. അപ്പോൾ കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? 4 വിമാനത്താവളങ്ങളാണ്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൃശൂർ. കേരള ആരോഗ്യ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂരാണ്. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ പ്രൊഫസർ KV തോമസ്. അപ്പോൾ പ്രൊഫസർ KV തോമസിന്റെ പുസ്തകമാണേത്? എന്റെ കുമ്പളങ്ങി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസ് ഏത് സംഭവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1949. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് എന്നാണ്? 1949. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ എ ആണ്, സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദൻ. അപ്പോൾ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരു ആണ് പറഞ്ഞത് എന്താ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ഇതിലേതാണ് ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രാചീന മലയാളം. അപ്പോൾ പ്രാചീന മലയാളം ആരുടെ ഗ്രന്ഥമാണ്? ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥമാണേത്? പ്രാചീന മലയാളം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം പ്രാചീന മലയാളം പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. ഒന്ന് നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം എന്നാണ്? 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപീകരിച്ചത്? 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ്. സന്താൽ കലാപം നടന്ന പ്രദേശം ഏതാണ്? രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സോവിയറ്റ് യൂണിയൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഈ തന്നിട്ടുള്ളതിൽ കബനി നദിയാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരമാരാണ്? KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? തൃശൂർ. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരാണ്? C ശങ്കരൻ നായർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കുമാരഗുരുദേവനാണ് എന്ത് സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവൻ. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. നാടകം. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? നാടകമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോഴഞ്ചേരി പ്രസംഗം. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? C കേശവൻ. അപ്പോൾ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് ഇത് കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 24. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര വാരിയെല്ലുകളാണുള്ളത്? 24 വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കരൾ. അപ്പോൾ കരൾ എന്ത് നിർമ്മിക്കപ്പെടുന്നു? യൂറിയ കരളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽപ്പറഞ്ഞവയെല്ലാം എന്തിനെ ബാധിക്കുന്നതാണ്? കാൽസ്യത്തിന്റെ അപര്യാപ്തത മൂലം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ്. ഏതൊക്കെയാണ്? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം എല്ലാം എന്താണ്? കാൽസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കുന്നുണ്ട്. എന്തിനെയൊക്കെയാണ്? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഇതിലേതാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നതാണ്. ബാക്കിയെല്ലാം രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഹീമോഗ്ലോബിനാണ്. അതുപോലെ മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉമാണ്. അപ്പോൾ ഇവയിൽ 1ഉം 4ഉം എന്താണ്? ശരിയാണ്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് ആരാണ്? അന്ധരാണ്. ഇത് ശരിയാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൻ ലിപി ഇവ ഉപയോഗിക്കുന്ന ആരാണ്? അന്ധരാണ്. ഇതുകൊണ്ട് ഈ 2 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനാമിക. അപ്പോൾ അനാമിക ഒരു വെണ്ടയുടെ പേരാണ്. അപ്പോൾ വെണ്ടയുടെ ഇനമാണേത്? അനാമിക. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വാഹനത്തിൽ നിന്നുള്ള പുകയാണ്. അപ്പോൾ വാഹനത്തിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം. അപ്പോൾ വാഹനങ്ങളുടെ പുകയിൽ എന്തടങ്ങിയിരിക്കുന്നു? കാർബൺ മോണോക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാൾ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകൾ എന്തിനെ കാണപ്പെടുന്നു? കടുവകളെ കാണപ്പെടുന്നു. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ഇതിലേതാണ് വിഘാടകർ? ഈ 4 ഓപ്ഷനിൽ ഏതാണ് വിഘാടകര്? തവള, താമര, ഞണ്ട്, ബാക്ടീരിയ. അപ്പോൾ വിഘാടകർ എന്നറിയപ്പെടുന്ന ഏതാണ്? ബാക്ടീരിയയാണ് വിഘാടകർ എന്ന് അറിയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, ഐസോടോപ്പുകൾ. ഇത് തിരിഞ്ഞു പോകരുത്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്താണ് പറയുന്നത്? ഐസോടോപ്പുകൾ. അപ്പോൾ ഐസോടോപ്പുകൾക്ക് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോസ്ലി. അപ്പോൾ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലി ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് അയണിന്റെ അയിരാണ്. അപ്പോൾ ഇരുമ്പിന്റെ അയിരാണ് ഇത്, ഹേമറ്റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് ഏതാണ്? നൈലോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 60 ഡിഗ്രി. അപ്പോൾ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പ്രതിപതന കോണും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രതല ബലമാണ്. അപ്പോൾ മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമേത്? പ്രതല ബലം. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിലാണ്. അപ്പോൾ ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന എവിടെയാണ്? ഖരവസ്തുക്കളിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇരട്ടിയാകുന്നു. അപ്പോൾ മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം എന്താണ്? അത് ഇരട്ടിയാകും.
ഈ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജ്ജം എന്തായിരിക്കും? ഇരട്ടിയാകുന്നു. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എപ്പോഴാണ്? ഖരവസ്തുക്കളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയണിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? അതും 60 ഡിഗ്രി ആയിരിക്കും. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? പ്രതലബലമാണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്താണ് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലിയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. വെണ്ടയുടെ ഇനം ഏതാണ്? അനാമിക ഒരു വെണ്ട ഇനമാണ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം എവിടെ നിന്നാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്ന പ്രധാന ഉറവിടം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ബാക്ടീരിയ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിലെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്? രക്തം കട്ടപിടിക്കുന്നതിനെയും പേശി പ്രവർത്തനങ്ങളെയും എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെയൊക്കെ കാൽസ്യത്തിന്റെ അപര്യാപ്തത ബാധിക്കുന്നുണ്ട്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പ്ലാസ്മയിൽ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നില്ല. എന്നാൽ രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വൈറ്റ് കെയിനും ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അതുപോലെ തന്നെ ട്രാക്ടൈൽ വാച്ചും ബ്രെയിൻ ലിപി ഉപയോഗിക്കുന്നതും ആരാണ്? അന്ധരാണ്. സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് ഏത്? കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരലാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. ചട്ടമ്പിസ്വാമികളുടെ ഗ്രന്ഥമാണ് പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടക വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഉൾപ്പെടുന്നത്. ഇത് ആരാണ് രചിച്ചത്? VT ഭട്ടതിരിപ്പാടാണ് രചിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം പല എക്സാമുകൾക്കും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഹൃദ്യസ്ഥമാക്കി വെക്കുക. ഇനി അടുത്ത ഏത് എക്സാം വന്നാലും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നതായിരിക്കും. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്